ഈ മാറ്റ് നമ്മൾ UP തലത്തിൽ ഹൈസ്കൂളുകളിലേക്കും കൊട്ടുക്കര EMA മേലങ്ങാടി അതുപോലെ തന്നെ UP 7 തരത്തിലുള്ള സ്കൂളുകളിലേക്കാണ് നമ്മൾ ഈ മാറ്റുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ഐറ്റം കബഡിയാക്കിയിട്ട് നമുക്ക് ആ ടീമിൽ ഫസ്റ്റ് റോ കളിക്കേണ്ട ടീം മൊത്തം നമ്മുടെ നഗരസഭയിലുള്ള കുട്ടികളാക്കണം എന്നുള്ള ലക്ഷ്യം തീർത്തുമുണ്ട്. നമുക്കിപ്പോൾ വേണ്ട രീതിയിലുള്ള നല്ല നാഷണൽ പ്ലെയേഴ്സും സ്റ്റേറ്റ് പ്ലെയേഴ്സൊക്കെ ഉണ്ട്. അവർക്കുള്ള ഒരു വേദി നമ്മൾ ഒരുക്കി കൊടുത്താൽ ഒരുപാട് കുട്ടികൾ ഇതേപോലെ സ്റ്റേറ്റിന് അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറത്തിന് അഭിമാനമായിട്ട് വരും എന്നുള്ള ഉറപ്പ് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ആവിഷ്കരിച്ചത്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി കലാകായിക വിദ്യാഭ്യാസ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപ വകയിരുത്തി വാങ്ങിയ കബഡി മാറ്റുകൾ നാടിന് സമർപ്പിച്ചു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ കൊണ്ടോട്ടിയിലെ കായിക താരങ്ങളുടെയും യുവജന ക്ലബ് ഭാരവാഹികളടങ്ങുന്ന നാട്ടുകാരുടെയും കൗൺസിലർമാരുടെയും സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ അധ്യക്ഷത വഹിച്ചു. കലാകായിക വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല കൊടവണ്ടി സ്വാഗതവും നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ KK ജാബിർ നന്ദിയും പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ഫിറോസ്, C സുഹൈറുദ്ദീൻ, അലി വെട്ടോടൻ, ഫൗസിയ ബാബു, റസാഖ് ചൊക്ലി, വിപിൻ ലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തികച്ചും കൊണ്ടോട്ടിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഇല്ല. പത്രത്തിലുള്ള സമയത്ത് പെട്ടെന്ന് നമ്മൾ ആദ്യപടി എന്നുള്ള രീതിയിൽ ഗ്രൗണ്ടിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനുപരി ഈ ഒരു കായികത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഫുൾ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ആ ഒരു ഐറ്റത്തിനെ നമ്മൾ നാഷണൽ ലെവലിലേക്കാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലേക്കാണും മാക്സിമം നമ്മളെ കുട്ടികൾ പങ്കാളികളാവണം എന്നുള്ള ലക്ഷ്യത്തോടാണ് നമ്മൾ ഈ കബഡി മാറ്റ് എന്നുള്ള ഒരു ഫോക്കസിലേക്ക് വന്നത്. തികച്ചും ഇത് സുഖമാണ്. ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ആ മാറ്റ് ഇൻഡോർ എന്നുള്ള രീതിയിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ നഗരസഭയുടെ അണ്ടറിലുള്ള 3 ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരു നല്ലൊരു മലപ്പുറം ടീമിനെ നമ്മൾക്ക് ഇവിടെ നിന്ന് സംഭാവന ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഞങ്ങൾ ആദ്യമായിട്ട് പറയാനുള്ളത് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിക്ക് സന്തോഷമാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് കോച്ചസിനാണെങ്കിലും ഞങ്ങൾ കായികാധ്യാപകർക്കാണെങ്കിലും കായിക വിദ്യാർത്ഥികൾക്കാണെങ്കിലും അറിഞ്ഞു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കബഡി മാറ്റ് നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയും കൊണ്ടോട്ടി സബ് ജില്ലയിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ ജില്ലയിൽ തന്നെ 1, 2, 3 സ്ഥലങ്ങളിൽ മാത്രമേ കബഡി മാറ്റ് അവൈലബിൾ ഉള്ളൂ. ഇത് അറിഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റി നൽകി എന്നുള്ളതിലെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഇത് വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ കബഡി താരങ്ങൾക്ക് ഈ കൊണ്ടോട്ടിയിൽ നിന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ ക്യാമ്പ് വരികയും നമുക്ക് ജില്ലാ സ്റ്റേറ്റ് നാഷണൽ ലെവലിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്. നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാ മണ്ണിലാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അവർ സബ് ജില്ലയിൽ നിന്ന് റിസൾട്ടായി പോകുമ്പോൾ ജില്ലയിലേക്ക് എത്തുമ്പോൾ മാറ്റിലേക്ക് വരുമ്പോൾ മാറ്റ് എക്സ്പീരിയൻസ് കിട്ടാതെ നമ്മുടെ കുട്ടികൾ പിന്തള്ളി പോകുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടോട്ടിയിലുള്ള കുട്ടികൾക്ക് തികച്ചും പ്രാക്ടീസ് ചെയ്യാൻ ഉതകുന്ന ഒരു കബഡി മാറ്റ് വാങ്ങി എന്നുള്ള വലിയ സന്തോഷമുണ്ട്. അതാണ് ഒരു കാര്യമുള്ളത്. രണ്ടാമത്തെ കാര്യം, മുനിസിപ്പാലിറ്റി പ്രോ കബഡി സീസൺ 1 എന്ന് പറഞ്ഞിട്ട് കബഡിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൈത്താങ് വെച്ച് എന്നുള്ള വലിയ സന്തോഷം. അതിലൂടെ നമുക്ക് കായിക താരങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് ഇതിലൂടെ ഒരുപാട് കായിക താരങ്ങൾക്ക് ഒരുപാട് കായിക താരങ്ങളെ വിളിച്ചു കൂട്ടി ഈക്വലായിട്ട് ടീമുകൾ ഇട്ടിട്ട് അവർ സീസൺ 1 എന്ന് പറഞ്ഞിട്ട് കബഡിയെ പ്രൊമോട്ട് ചെയ്യുന്ന മത്സരങ്ങൾ നടക്കുകയാണ്. പുതുതായിട്ട് ഈ കബഡി ഫാമിലിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഇത് വലിയ പ്രചോദനമാകും. അവർക്ക് ഈ പ്രൊഫഷനിൽ ഒരുപാട് സാധ്യതകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു പ്രോ കബഡി സീസണിലൂടെ വരുമെന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റി ഇതുപോലെ തന്നെ വരും സമയങ്ങളിലും സീസൺ 2 സീസൺ 3 ഒക്കെ ആയിട്ട് വിപുലമായിട്ട് ഇതിന് കൂടുതൽ ഫണ്ട് വെച്ചുകൊണ്ട് ഈ കായിക വളർച്ചയ്ക്ക് മാറ്റൊരുക്കാൻ കൊണ്ടോട്ടിയിലെയും മറ്റും കബഡി താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രോ കബഡി സീസൺ 1 എന്ന പേരിൽ പ്രൊഫഷണൽ കബഡി ചാമ്പ്യൻഷിപ്പും അരങ്ങേറി. കൂടാതെ സ്കൂൾ തല സീനിയർ ഗേൾസ്, ജൂനിയർ ബോയ്സ് എന്നീ വിഭാഗങ്ങൾക്കായി പ്രത്യേക കബഡി മത്സരവും നടന്നു. ഞങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തത് മണ്ണിലും സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ ആയിട്ടായിരുന്നു. അതിൽ നിന്നും കബഡി മാറ്റിലേക്ക് മാറുന്നതോടെ ഞങ്ങൾക്ക് ഇഞ്ചുറിയിൽ ശ്രദ്ധിക്കാതെ കൂടുതലും കബഡി ഗെയിമിൽ ശ്രദ്ധിക്കാൻ സാധിക്കും. അതുപോലെ ഇതിലേക്ക് മാറുമ്പം ഞങ്ങൾക്ക് ഒരുപാട് കളിക്കാനുള്ള കോൺഫിഡൻസ് കൂടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്.
100 കബഡി മാറ്റുകൾ നഗരസഭ വാങ്ങി. 50 മാറ്റുകൾ കൊട്ടുകര PPM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, PTA എന്നിവർ ചേർന്ന് വാങ്ങി നൽകുകയും ചെയ്താണ് പദ്ധതി പൂർത്തീകരിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന കബഡി ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ സീസണിൽ തന്നെ 50 താരങ്ങൾ രജിസ്റ്റർ ചെയ്തു. സ്പോർട്സ് ഡെസ്ക് എയർ 1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം കൊണ്ടോട്ടി.